ഹായ് എവരിവൺ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. ഇന്ന് ബാംഗ്ലൂർ ടു ഊട്ടി റോഡ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. കുട്ടികളുമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഊട്ടി പോവേണ്ട. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഐ ആം സോ എക്സൈറ്റഡ് ഗൈസ്. ഓക്കെ ഓക്കെ അശു. ഓക്കെ, നമ്മൾ ഏർലി മോർണിംഗ് ഒരു 4:30 ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഊട്ടിയിൽ എത്തിയത് 12:30 ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി, ചായ കുടിക്കാൻ ഇറങ്ങി, അങ്ങനെ കുറച്ച് ഇടയ്ക്ക് നിർത്തിയാണ് നമ്മൾ പോയത്. ആക്ച്വലി നമ്മൾ 4:30 സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടാണ് പോയത്. കാരണം എവിടെയെങ്കിലും ഇടയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിൽ ഇറങ്ങാതെ എവിടെയെങ്കിലും ഒരു ഓപ്പൺ സ്പേസിൽ ഇറങ്ങി നമ്മൾ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടിട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. നമ്മളിപ്പം പൊക്കാണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് വഴിയൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് ചുറ്റാണ് കറ്റാണ് നമുക്ക് വരുന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അർഷിവ് ഇങ്ങനെ അരവിൻ്റെ കയ്യിൽ പിടിച്ചങ്ങ് കെട്ടിപ്പിടിച്ചുറങ്ങി. ഞാൻ ഇടയ്ക്കൊന്ന് എടുക്കാൻ നോക്കിയപ്പോഴും അവൻ കരയുന്നുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് 2025 ഏറ്റവും ഫേവറേറ്റ് മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ December 22 സ്റ്റാർട്ട് ചെയ്തത്. ആ സമയം എന്ന് പറയുന്നത് ഊട്ടിയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് 10 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ ആയിരുന്നു. അപ്പം നല്ല എക്സ്ട്രീം തണുപ്പായിട്ട് നിന്ന സമയത്താണ് നമ്മൾ പോയത്. എനിക്കാണെങ്കിൽ മൈസൂർ ഹൈവേ കയറിയപ്പോഴേ തണുപ്പ് സഹിക്കാൻ വയ്യ. പിന്നത്തെ ഇതുപോലെ അർഷിവിൻ്റെ ടവലും മൂടിയാണ് കിടന്നത്. അവർ രണ്ടുപേരും ബേക്കി ഇരുന്ന് കളിക്കുന്ന. അർഷിവിന് ഇതുപോലെ ബുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടല്ല, കളറും ലെറ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. അതും പറഞ്ഞ് അവ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ മൈസൂർ പാലസ് കണ്ട്. ഇപ്പം നവംബറിലായിരുന്നു നമ്മൾ മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യാൻ പോയത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റോഡൊക്കെ നമുക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പക്ഷേ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ടൈം നമ്മളൊരു 6:30 ആയപ്പോഴാണ് മൈസൂർ എത്തിയത്. നല്ല വ്യൂ ആയിരുന്നു കാണാനും. മഞ്ഞ് മൂടിക്കിടക്കുന്ന കാണാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. മൈസൂരിൽ നിന്ന് നമ്മൾ ഗുണ്ടലൂപേട്ട റോഡാണ് എടുത്തത്. അവിടെ സൺഫ്ലവർ ഗാർഡൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് ഒന്ന് കുറച്ച് കുറച്ച് നടക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കരുതിയത്. പിന്നെ പ്ലാൻ ചേഞ്ച് ചെയ്ത് ഗുണ്ടലൂപേട്ട എത്തിയപ്പോഴത്തേക്കും നല്ല നേരത്തെ ആയിപ്പോയി. നമ്മളൊരു 7:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പം വലിയ സൂര്യപ്രകാശമൊന്നുമില്ല. പിന്നെ സൺഫ്ലവർ ഗാർഡനിൽ പോയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. കാണാൻ ഭയങ്കര ഭംഗിയൊന്നും കാണത്തില്ല. അതിങ്ങനെ സണ്ണിൻ്റെ ലൈറ്റിലല്ലേ നല്ല വിരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഗുണ്ടലൂപേട്ടയിൽ എത്തി. അവിടെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡും ഉണ്ടായിരുന്നു ഓപ്പോസിറ്റ്. അവിടെ നിന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ കടയുടെ ഫ്രണ്ടിലിരുന്ന് കാപ്പി കുടിച്ചു. പൂരിയും ഉരുളക്കിഴങ്ങറിയാണ് കൊണ്ടുപോയത്. അപ്പം അതെല്ലാം കൂടി കഴിച്ച് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെയാണ് നമ്മളെ ട്രിപ്പ് അടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നിന്ന സ്ഥലം ഭയങ്കര തണുപ്പായിരുന്നു. തണുത്ത കാറ്റായിരുന്നു. നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, തണുപ്പ് കാരണം പല്ലൊക്കെ കൂട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ പിള്ളേർ അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിള്ളേർ ഇതുപോലെ കളിക്കാൻ തുടങ്ങി. അർഷിവിന് ഇപ്പോൾ പിള്ളേരെ കൊണ്ട് പോവുകയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ടോയ്സ് എടുത്ത് വെച്ചിരുന്ന് അവർ അതിൻ്റെ കൂടെ കളിച്ചോളും. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അർഷിവ് ആരുമൊക്കെ ഇരിക്കുന്ന ആ ഒരു ബെഡാണ്. അർഷിവ് കയ്യിലിരുന്ന് ഉറങ്ങിയോണ്ട് ആരവിന് ഉറങ്ങാനേ പറ്റിയില്ല. പിന്നെ അർഷിവിനെ ഞാൻ ഫ്രണ്ടിലെടുത്തിട്ട് ആരവ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. അത് നമ്മൾ നല്ല അഡ്വെഞ്ചറസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങ് പോയിട്ടിരിക്കണം. പിന്നെ അരമത്സരമാണ് അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക്. ഈ അഡ്വഞ്ചർ റൈഡ് എന്ന് ആരവ് പറയുന്നത് നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വഴിയാണ് ഇനി നമ്മളെ ട്രാവൽ എന്ന് പറയുന്നത്. ഫോറസ്റ്റ് വഴിയാണ് പോവേണ്ടത്. കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അതെല്ലാം പാലിച്ച് വേണം പോകാനും.
ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോറസ്റ്റിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിയിൽ ഇറങ്ങി വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം. അത് ചിലപ്പം ഏതെങ്കിലും ആനിമൽ വഴി അറ്റാക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ വണ്ടി ഓവർ സ്പീഡ് എടുക്കാൻ പാടില്ല. അവിടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും പറ്റൂല. കാരണം രണ്ട് സൈഡിലും ഡീർസും പീക്കോക്കും ഫോക്സ് ഇതൊക്കെ ഉണ്ട് നിറച്ച്. ആ കാണുന്നതെല്ലാം ഡീറാണ്. നല്ല രസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബന്ദിപ്പൂരിൽ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം. നിറച്ച് പീക്കോക്ക്, ഡീർ, ഫോക്സ് ഇതിനെയൊക്കെ കണ്ട്. നമ്മൾ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് അവിടെ ബിയറിനെ കണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല. പിന്നെ ആ കാട്ടിലൂടെയുള്ള യാത്രയും നല്ല രസമായിരുന്നു. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും നല്ല നമുക്ക് സ്പീഡ് എടുത്ത് പോകാൻ തോന്നത്തില്ല. എല്ലാം എൻജോയ് ചെയ്ത് പോവാം. അങ്ങനെ പതിയെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഫോറസ്റ്റിനകത്ത് കുറച്ച് ഉള്ളിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരു ഏരിയ ഫുള്ള് പീക്കോക്കായിരുന്നു. ഇതുപോലെ റോഡ് കവർ ചെയ്തും സൈഡിലും കാട്ടിലോട്ടും ഒക്കെ ഒരു പീക്കോക്കിൻ്റെ ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും ഡീറായിരുന്നു ഇതുപോലെ റോഡിലും ഒക്കെ. അത് കഴിഞ്ഞ് ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും മങ്കീസ്, നിറച്ച് മങ്കീസും. അങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് ഓരോരോ അനിമലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ പിന്നെ കൂടുതലും നമ്മൾ കണ്ടില്ല. ഈ ഫോക്സിനെ കണ്ട്, പീക്കോക്ക്, ഡീർ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതലും കണ്ടത്. ആക്ച്വലി നമ്മൾ പോയ റൂട്ടെന്ന് പറയുമ്പോൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ നിന്ന് മസ്നഗുഡി, പിന്നെ 36 ഹെയർ പിൻ ബെൻഡ്, ആ വഴിയാണ് നമ്മൾ ഊട്ടി റീച്ചായത്. ഈ ഹെയർ പിൻ ബെൻഡ് നമുക്ക് ഒരു പ്ലാനിങ്ങേ ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷേ നമ്മൾ കയറി തുടങ്ങിയിട്ട് നമ്മൾ അറിയുന്നില്ലായിരുന്നു. എന്തായാലും എന്തായാലും ഹില്ല് കയറണമല്ലോ, ആ ഒരു ഇതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഡീപ്പ് ബെൻഡൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് 36 ഹെയർ പിൻ ബെൻഡാണെന്ന്. ആക്ച്വലി നമ്മൾ ആ റൂട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തെറ്റി. പക്ഷേ നമ്മളൊരു 1 ഹവറിൽ ഊട്ടിയിലെത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാവൽ നല്ല സ്മൂത്തായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ നമ്മൾ ഊട്ടിയിലെത്തി. അതുകൊണ്ട് തന്നെ ഈ ഹെയർ പിൻ ബെൻഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി കാണാനും. കാരണം അതിൽ ഓരോ ബെൻഡ് കഴിയുമ്പോഴും അപ്പുറത്ത് ഓപ്പോസിറ്റും ഹിൽസൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. ആക്ച്വലി ഊട്ടിയിലോട്ട് പോയപ്പോൾ ഓരോ പോയിൻറ്റും നമ്മൾ എൻജോയ് ചെയ്താണ് പോയത്. ബിക്കോസ് ഓരോ പോയിൻറ്റിലും കാണാൻ കുറേ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഉറക്കം വരെയില്ല. ഭയങ്കര പിന്നെ അങ്ങോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായതുകൊണ്ട് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഊട്ടിയിലെത്തുകയും ചെയ്തു. പക്ഷേ ഗൂഡല്ലൂർ വഴിയായിരുന്നു നമ്മൾ വന്നിരുന്നെങ്കിൽ നല്ല ക്ഷീണിച്ചു പോയാൽ. അത്യാവശ്യം നല്ല ചുറ്റുണ്ട്. പിന്നെ മൺസൂൺ സമയത്ത് ഗൂഡല്ലൂരാ സേഫ് എന്ന് പറയുന്നത്. കാരണം 36 ഹെയർ പിൻ ബെൻഡ് സേഫ് അല്ല എന്ന് പറയും മൺസൂൺ സമയത്ത്. ഇപ്പോൾ ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയത് ഗൂഡല്ലൂർ വഴിയായിരുന്നു. അത് കുറച്ച് കറക്കി, ഭയങ്കര ചുറ്റായിരുന്നു. നമ്മൾ ഇരുന്ന് ആകെ മുഷിഞ്ഞ് അങ്ങനെയാണ് നമ്മളങ്ങ് പോയത്. ഇത് നമുക്കിഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇനി പോകുമ്പോഴും ഈ ഒരു വഴി എടുക്കുള്ളൂ നമ്മൾ പ്ലാൻ ചെയ്തു. ഊട്ടിയിലെത്തി ഒരു 1/2 ഹവറിൽ നമ്മളെ റിസോർട്ടിലെത്തി. നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് റൂമിൽ കയറിയില്ല. കാരണം നാട്ടിൽ നിന്ന് ഏട്ടൻ്റെ അച്ഛനും അമ്മയും ബ്രദറും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ പുറത്ത് നിൽക്കുകയാണ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ലോൺസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേ താമസിച്ചിരുന്ന റിസോർട്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ഊട്ടിയിലെ ഒരുവിധമുള്ള സിറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ഡിസംബർ ലാസ്റ്റ് വീക്കാണ്, ക്രിസ്മസിൻ്റെ ആ സമയത്തായിരുന്നു ഊട്ടി പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഊട്ടി നല്ല ഫ്രീസായിട്ടിരുന്ന സമയമായിരുന്നു. ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്ലൈമറ്റായിരുന്നു അവിടെ. ഈ തണുത്ത കാറ്റെല്ലാം അടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഹെഡേക്ക് തുടങ്ങി. അന്ന് ഫുൾ ഹെഡേക്കായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോസൊന്നും എനിക്ക് കറക്റ്റ് എടുക്കാനേ പറ്റിയില്ല. കാരണം അത്രയ്ക്കും തലവേദനയായിരുന്നു. നല്ല റെസ്റ്റ് എടുത്തില്ലെങ്കിൽ എനിക്ക് പിറ്റേന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ദിവസം ഫുള്ള് എല്ലായിടും പോയി. കൂടെ തന്നെ
പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്നെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്തി ഒരു 15 മിനിറ്റ്സിൽ അവരും എത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ലേക്ക് കാണാൻ വേണ്ടി, അവിടുത്തെ ലേക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയി. ഇവരെല്ലാവരും ബോട്ടിങ്ങിന് പോയി, ഞാൻ പോയില്ല. എനിക്ക് നല്ല ഹെഡേക്കായിരുന്നു. ഞാൻ അന്ന് ഇതിനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എനിക്ക് പിന്നെയുള്ള 2 ദിവസം എനിക്ക് എൻജോയ് ചെയ്യാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും ഇറങ്ങില്ല. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് അതിന് 1 മന്ത് മുമ്പാണ് ഞാൻ മൈസൂരിലൊക്കെ പോയി ബോട്ടിങ്ങിനൊക്കെ പോയതുകൊണ്ട് ബോട്ടിങ്ങിന് പോകണമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലായിരുന്നു. ഇനി ആരവിനെ കിട്ടത്തില്ല. ആരവിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം ദിവ്യയും ഉണ്ടെങ്കിൽ പിന്നെ ആരവിനെ കിട്ടത്തില്ല. പിന്നെ അർഷിവിന് ദിയെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ വന്ന് അവളെ കയ്യിൽ ഉടനെ അങ്ങ് പോയി. പിന്നെ ആൾ ഭയങ്കര സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരെയും ഒന്ന് സംസാരിച്ച് വരുമ്പോഴേ അവനും ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ. പക്ഷെ അവനെല്ലാവരെയും അറിയാം. അപ്പൂപ്പ, അമ്മൂമ്മ, വല്യച്ഛ, വല്യമ്മ, കാരണം വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും അവനറിയാം. ബോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പിള്ളേരെ പാർക്കിൽ പോയി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് പോയത്. ആ ലേക്കിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തലവേദനയായിരുന്നു, ഭയങ്കര ഹെഡേക്കായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. ബൊട്ടാനിക്കൽ ഗാർഡനിലും കയറുന്നതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ജസ്റ്റ് അവിടെ കൊച്ചുങ്ങൾ കളിക്കുന്നതും ഇങ്ങനെ ഒരു 2-3 ഏരിയയിൽ മാത്രമേ ഞാൻ എടുത്തോളൂ. ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഞാൻ 3rd ടൈമാണ് പോകുന്നത്. കാരണം ആദ്യത്തെ 2 പ്രാവശ്യം സ്കൂൾ ടൈമിന് ഇവരെ വീട്ടിൽ വരുമ്പോഴത്തേക്കും എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട്, ഊട്ടി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മാരേജൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് എല്ലാവരും കൂടെ ഇറങ്ങുന്നത്. പിന്നെ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ വന്നിട്ടില്ല ഊട്ടിയിൽ. ഇത്രയും തണുപ്പുള്ളൊരു ക്ലൈമറ്റിൽ ഊട്ടിയിൽ വന്നിട്ടില്ല. ഞങ്ങൾ വരുന്നത് സമ്മർ വെക്കേഷനിലാണ് ഊട്ടി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും തണുപ്പ് എന്തായാലും കാണത്തില്ല. ഇത് നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല വെയിൽ കാണുന്നുണ്ടെങ്കിലും കാറ്റ് നല്ല തണുപ്പാണ്. ഈ പോകുന്ന സമയം 11 ഡിഗ്രി 10 ഡിഗ്രി ആയി ആ ഒരു ക്ലൈമറ്റായിരുന്നു. അവിടുത്തെ ഗാർഡൻ എല്ലാം കണ്ടിട്ട് പിള്ളേരെല്ലാം ലോണിൽ കളിക്കാൻ തുടങ്ങി. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഒരു കാര്യം, ആ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു നമ്മളെ ഊട്ടി മൂടി ചോക്ലേറ്റ്. അപ്പം അവിടെ എന്തായാലും പോകണമെന്ന് നമ്മൾ ഫുൾ പ്ലാനിൽ നിൽക്കുകയായിരുന്നു. ആക്ച്വലി ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അടുത്ത് തന്നെ ഈ ഒരു മൂടി ചോക്ലേറ്റിൻ്റെ ഷോപ്പുണ്ട്. മുടി എന്ന് പറയുന്ന അവരെ ആ ഷോപ്പിൻ്റെ പേരാണ്. അവിടുത്തെ സ്പെഷ്യൽ ഡെസേർട്ട് സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ ആ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ആണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ എത്ര തലവേദനയാണെങ്കിലും അത് മിസ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ആ ഒരു മുടി ചോക്ലേറ്റിൽ അവിടെ പോയി ആ ഒരു ചോക്ലേറ്റ് നമ്മൾ ട്രൈ ചെയ്തു. പിള്ളേർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവർ കളിയായിരുന്നു ഫുള്ള്. പിന്നെ ലോണിൽ പോയി പിള്ളേർ കളിക്കുന്ന സമയത്ത് അശ്വിനെ പിടിച്ച് സെൻറ്ററിൽ ഇരുത്തിയിട്ട് ഇവർ 3 പേരും കൂടെ പാടുകയൊക്കെ ചെയ്തപ്പോൾ അവൻ കുറച്ചും കൂടി അവരോട് കംഫർട്ടബിളായി. പിന്നെ അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അതിന് ശേഷമാണ് കുറച്ചും കൂടി അവൻ ഹാപ്പി ആയതും കളിച്ചു തുടങ്ങിയതും ഒക്കെ. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം. Eating sugar, telling lies, open your mouth. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെൻഡിങ് ആയിട്ടുള്ള മൂഡീസ് ചോക്ലേറ്റ്സ് ഷോപ്പ്. ക്രിസ്മസ് ടൈമിനാണ് നമ്മൾ പോയെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റിയത്. അതൊക്കെ ചോക്ലേറ്റും കുക്കീസൊക്കെ വെച്ചുണ്ടാക്കിയ ആ ഒരു ക്രിസ്മസ് തീമാണ്. ഭയങ്കര റഷായിരുന്നു. നമ്മളവിടെ ഇടിച്ചിടിച്ചാണ് നിന്നത് എല്ലാവരും കൂടി, അത്ര റഷ് ഉണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ ആ ഒരു സ്വീറ്റ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. കാരണം ആ ചോക്ലേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ സ്ട്രോബെറിയും ചോക്ലേറ്റും ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തായാലും ചാൻസ്ലെസ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ.
ആരവും ദിവയും. അർഷിവിന് ആ പുളിപ്പ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്ട്രോബെറിയിൽ. എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഭയങ്കര പുളിപ്പല്ലായിരുന്നു, അത്യാവശ്യം നല്ല മധുരമുള്ള പുളിപ്പായിരുന്നു. അർഷിവ് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചിട്ടങ്ങ് ഇറങ്ങി. ഭയങ്കര റഷായിരുന്നു അവിടെ, ഭയങ്കര നമ്മൾ ഇടിച്ചിടിച്ചാണ് നിന്നത്. കണ്ടില്ല, അത്ര ആളുണ്ട്, അത്ര ക്വാളിറ്റി ഫുഡുമാണ്, നല്ല ടേസ്റ്റ് ഫുഡുമാണ്. പിന്നെ സന്ധ്യ ആയതുകൊണ്ട് നേരെ നമ്മൾ ഹോട്ടലിലോട്ട് പോയി. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ആ ലോണിലുള്ള വീഡിയോസാണ്. ഇത് എത്ര മണിക്കായിരുന്നു? 8 മണിക്കായിരുന്നു. നമ്മൾ 8-8:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു വ്യൂസാണ് ഇതെല്ലാം. അവിടെ നല്ല തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പാണ്. എന്നുവെച്ചാൽ നമ്മൾ ഫ്രീസായിട്ട് ഇരിക്കുകയാണ്. അതിൽ ലീചേട്ടനും മാമനും മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും തല വഴി മൂടിക്കൊണ്ടിരിക്കുക, അത്ര തണുപ്പായിരുന്നു. ഇതായിരുന്നു നമ്മൾ നിന്ന റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ, റിസപ്ഷനിൽ അവിടെ നിന്ന് കാണുന്ന വ്യൂ. ഫുൾ ഊട്ടി കാണാം, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതുപോലെ ആ മഞ്ഞും ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു ഫോഗും എല്ലാം കൂടെ ഒന്ന് കാണാൻ നല്ല ഭംഗിയാണ് നേരിട്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ നൈറ്റ് വലിയ വെറൈറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നൈറ്റത്തെ ഫുഡ് നമ്മൾ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ റൈസൊക്കെ കഴിച്ചങ്ങനെ. മോർണിംഗ് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് ബഫറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി. ഇതാണ് ഊട്ടിയിലെ നമ്മൾ ഫസ്റ്റ് ഡേ. ചെറിയ വയ്യായിക ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.